ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആന്തരിക അന്ധത അകറ്റുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ അന്ധനായ ഒരു മനുഷ്യൻ ഭിക്ഷാടനം നടത്തുകയായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചു. നസ്രയനായ യേശുവാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപേ പോയവരൊക്കെ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. ഈ വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ക്രിസ്തു അന്ധനായ മനുഷ്യനെ നിലവിളി കേട്ടു. യേശു നിന്നു അവനെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. യേശുവിൻ്റെ അരികിലേക്ക് അവൻ വന്നപ്പോൾ യേശു അന്ധനായ മനുഷ്യനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു അന്ധനായ മനുഷ്യൻ്റെ കണ്ണുകളെ സ്പർശിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുക. വലിയൊരു സാക്ഷ്യമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ഈ പുണ്യഭൂമിയിൽ ആരും അന്ധകാരത്തിൽപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു. യേശു നമ്മെ എല്ലാവരെയും പ്രകാശത്തിൻ്റെ മക്കളാക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമ്മുടെ ആന്തരിക നേത്രത്തിൻ്റെ ബലക്കുറവുകളെ, അന്ധതയെ ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശനത്താൽ സൗഖ്യപ്പെടുത്തേണ്ടതുണ്ട്. നാം ബാഹ്യമായി സൗഖ്യമുള്ളവരാണെങ്കിലും അന്ധരല്ലെങ്കിലും ആത്മീയ അന്ധത നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം, എൻ്റെ ആത്മീയ അന്ധത മാറ്റണമേ എന്ന്. ക്രിസ്തുവിന് മാത്രമേ നമ്മെ യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ മക്കളാക്കാൻ കഴിയൂ. കാരണം ക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയിലേക്ക് വന്നത്. നമ്മെ അന്ധകാരപൂർണ്ണമാക്കുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് നാം ഇന്ന് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയോരത്ത് ഈ ഭൂമിയിലെ അന്ധകാരത്തിൻ്റെ ചിന്തകളിൽ, ബോധ്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നസ്രയനായ യേശു നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. സ്നേഹമായി, കരുണയായി, കരുതലായി. ഒന്ന് നിലവിളിക്കാമോ, ദാവീദിൻ്റെ പുത്ര യേശുവേ, പാപിയെ, എന്നിൽ കനിയണമേ എന്ന്. സത്യത്തിൽ അന്ധനായ മനുഷ്യൻ്റെ നിലവിളിയിൽ ഒരു വലിയ ആത്മീയ ദർശനമുണ്ടായിരുന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയായിരുന്നു. പലരും സമൂഹമധ്യേ പ്രഘോഷിക്കുവാൻ വിസമ്മതിച്ച ക്രിസ്തുവിനെ അവൻ സമൂഹമധ്യേ നിലവിളിച്ചുകൊണ്ട് ഏറ്റുപറയുകയാണ്, അങ്ങ് ദാവീദിൻ്റെ പുത്രനായ യേശുവാണ്, അങ്ങ് രക്ഷകനാണ്, അങ്ങ് സൗഖ്യദായകനാണ്, അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന അന്ധനായ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ കാഴ്ച വീണ്ടും കിട്ടി പ്രകാശത്തിൻ്റെ മകനായി തീർന്നു. സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യൻ ചെയ്തതെന്തെന്നോ, അവൻ തിരികെ പോവുകയല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നഷ്ടപ്പെട്ടു പോയ കൃപകൾ വീണ്ടെടുത്ത് നാം ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം പിൻചൊല്ലുകയാണ് വേണ്ടത്. നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശനത്താൽ കൂടുതൽ പ്രകാശിതമാകുവാനും നഷ്ടപ്പെട്ടു പോയ ആത്മീയ ചൈതന്യത്തെ വീണ്ടെടുക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.